സുഹൃത്തുക്കളെ, ആത്മീയ യാത്രികർ ശ്രദ്ധിക്കേണ്ട, ധ്യാനികളായവർ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഒരു പക്ഷേ നമ്മുടെ നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവമായിട്ട് പലരും പറയുന്നതാണ്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പാലിക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉണർത്തുകയാണ്. ആദ്യമായിട്ട് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലക്ഷ്യം, ആത്മീയ യാത്രികരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പൂർണ്ണമായിട്ടുള്ള ദൈവികത അനുഭവിക്കലാണ്. അതിൽ നിന്ന് പലപ്പോഴും തെറ്റിക്കപ്പെടാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മീയ യാത്രയിൽ ഉണ്ടാകുന്ന പല പല അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതാണ് പ്രധാനം. നമ്മൾ അറിയാതെ പുറമേ ഇതൊക്കെ പൂർണ്ണ ലക്ഷ്യം പറയുമെങ്കിലും അറിയാതെ അതിലേക്ക് ശ്രദ്ധ വന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ആത്മീയ യാത്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹീലിംഗ് നടക്കും, ഡോക്ടറെ അടുത്ത് പോകല് കുറയും, രോഗങ്ങളൊക്കെ ഇല്ലാതാകും. ഇപ്പൊ ധ്യാനികളാകുന്നവർക്ക് തന്നെ രോഗങ്ങൾ ഇല്ലാതാകുന്നു എന്ന് പറയുന്നു. അപ്പൊ അതാണ് പ്രധാനം, അത് ഇല്ലാതാകലാണ് പ്രധാനം. അതിന് ഒരു സംഭവം കൊടുക്കൽ ഇല്ലാതാകേണ്ടതുണ്ട്. അടുത്തത്, രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും ആത്മീയ യാത്രികർക്ക് പല പല അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ നിരീക്ഷണമൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എന്റെ അനുഭവത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നുമാണ് ഇത് പറയുന്നത്. പലവരും പല അനുഭവങ്ങളും പറയാറുണ്ടെങ്കിലും അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് മാത്രമാണ് പറയുന്നത്. എന്നാൽ എനിക്ക് മനസ്സിലായത് ഇതിലൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതുണ്ട്. അപ്പം ചെവിയിൽ ശബ്ദങ്ങൾ കേൾക്കാം, ഒരു അശരീരി പോലെയുള്ള ശബ്ദങ്ങൾ ചെവിയിൽ കേൾക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു, ആസ്ട്രൽ ട്രാവലിംഗ് സംഭവിക്കാം ധ്യാനത്തിലൊക്കെ. സ്വപ്നത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകാം, സ്വപ്നത്തിൽ പല സന്ദേശങ്ങളും കിട്ടാം. അങ്ങനെ ധ്യാനത്തിൽ പല സന്ദേശങ്ങളും കിട്ടാം. അങ്ങനെ പല ഉൾവിളി സന്ദേശങ്ങളും കിട്ടുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ആത്മീയ സഞ്ചാരികൾക്ക് ഉണ്ടാകാം. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത്, ഇതൊക്കെ കിട്ടിയ പാട് ഞാൻ വലിയ സംഭവമായി എന്നുള്ള അഹന്തത വരരുത്. അത് മാത്രമല്ല, ഇതൊന്നും ആത്യന്തികമായിട്ടുള്ള ക്ലാരിറ്റി ഉള്ളതല്ല. ഇനിയും ഇതിന്റെയൊക്കെ ഉന്നത തലത്തിലേക്ക് എത്താനുണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ ശബ്ദം കേൾക്കുന്നതോ സ്വപ്നം കാണുന്നതോ ക്ലിയർ അല്ല, മായം കലർന്നുകൊണ്ടായിരിക്കും കാണുന്നത് യാത്ര ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ. അതുപോലെ തന്നെ ആസ്ട്രൽ ട്രാവലിങ്ങിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെയുള്ള മിക്ക ഗുരുക്കന്മാരും ആത്മീയ സരണികളും ഒക്കെ നെഫ്സിന്റെ, അതായത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആസ്ട്രൽ ബോഡിയിലുള്ള തലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അവിടെ ആസ്ട്രൽ ട്രാവലിംഗ് ഭീതി ഉളവാക്കുന്ന ആസ്ട്രൽ ട്രാവലിംഗ് മാത്രമല്ല, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ള ആസ്ട്രൽ ട്രാവലിംഗ് വരെ മിക്കതും നെഫ്സിന്റെ തലത്തിൽ മാത്രം നിൽക്കുന്നതായിരിക്കും. അപ്പൊ അത് ചെയ്ത പാടെല്ലാമായി അതിലും വലിയ ആസ്ട്രൽ ട്രാവലിംഗും ആത്യന്തിക ആത്മീയതയുടെ തലത്തിലേക്കുള്ള കയറിപ്പോക്കും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. മൂന്നാമത്തെ കാര്യം, ഗുരുക്കന്മാരെ കാണലാണ്. അതായത് ഇപ്പൊ ഗുരുക്കന്മാർക്ക് വേണ്ടി എല്ലാവരും തേടി അലയുകയാണ്, ഗുരുക്കന്മാർക്ക് വേണ്ടി ഓടുകയാണ്. ഇപ്പൊ ആത്മീയ യാത്രയുടെ പ്രാഥമിക ഘട്ടത്തിൽ നിങ്ങൾ ഗുരുക്കന്മാർക്ക് വേണ്ടി തേടുമ്പോൾ അതുപോലെ ചിലപ്പോൾ ചില ഗുരുക്കന്മാർക്ക് നിങ്ങൾക്ക് എത്തിപ്പെട്ടതാണ് എന്ന് തന്നെ തോന്നാം. പക്ഷേ പലപ്പോഴും ഇന്ന് ആത്യന്തിക ആത്മീയതയിലേക്ക് നയിക്കുന്നവർ, അതായത് പറത്തി വിടുന്നവർ തന്നെ അപൂർവമാണ്. അത് എത്തിച്ചു തരാൻ കഴിവുള്ളവരല്ല പറയുന്നത്, പറത്തി വിടുന്നവർ, സ്റ്റോപ്പ് ഇടാതെ പറത്തി വിടുന്നവർ തന്നെ അപൂർവമാണ്. സ്റ്റോപ്പ് ഇടുന്നവരാണ് കൂടുതൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ യാത്രക്ക് സ്റ്റോപ്പ് ഇടുന്ന ഒരു ഗുരുവിൽ എത്തിപ്പെടാം. എന്നിട്ട് എത്തിപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആ ഗുരു വലുതന്നെ എല്ലാമായി എന്നുള്ളത് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനെപ്പറ്റി എങ്ങനെയൊക്കെയാണ് ഇത് നിരീക്ഷിക്കേണ്ടത്, അറിയൽ എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. അതുപോലെ യഥാർത്ഥത്തിലേക്ക് പറത്തിവിടുന്ന ഒരു ഗുരുവിലേക്ക് നിങ്ങൾ എത്തിയാൽ തന്നെ നിങ്ങൾക്ക് അഹന്ത വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഗുരുവിനെ കിട്ടി, ഞാൻ മാത്രമാണ് ശരി, എല്ലാമായി. നിങ്ങൾ അറിയുക, ഇവിടെ പല ആത്മീയ യാത്രകരും പല പാതയിലൂടെ ആത്മീയമായ യാത്ര ചെയ്ത് മുന്നേറുന്നുണ്ട്. അല്ല നിങ്ങൾ മാത്രമാണ് ശരി, മറ്റുള്ളവരൊക്കെ ഒരു ഇതോടെ കാണല്, ഇങ്ങനെയുള്ള അഹന്തതയും വരാറുണ്ട്. കാരണം ആ ഗുരുവിന്റെ യഥാർത്ഥം അപ്പൊ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ല. നിങ്ങളൊരു ഗുരുവിലെത്തിയാലും ആ ഗുരുവിനും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഗുരുവിന്റെ യഥാർത്ഥത്തെ സ്വീകരിക്കാനുള്ളവർ അല്ല എന്നുള്ളത്. ഇനി നാലാമത്തെ ഒരു കാര്യം, നമ്മുടെ സംസാരം, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ തീരുമാനം, നമ്മുടെ മൗനമായിട്ടുള്ള സാന്നിധ്യം വരെ എല്ലാവരിലുമല്ല ഇതിനെ ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന ആത്മീയ യാത്രകരാകണമെന്നില്ല. ഇതിനെ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നവരിൽ കുറച്ചൊക്കെ താളമുള്ളവരിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭൂതി ഉണ്ടാകും. വേറൊരു കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടോ എന്നും കമന്റിൽ പറയും കേട്ടോ. അപ്പൊ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യമാണ് ഓർക്കേണ്ടത്. പൊതുവെ ജനങ്ങളിലേക്ക് നമ്മുടെ സംസാരവും നമ്മളുടെ മൗനമായിട്ടുള്ള ഒരു സാന്നിധ്യം വരെ ജനങ്ങളിൽ ഒരു ആകർഷണം, ഒരു പോസിറ്റീവ് ഉണ്ടാക്കുമ്പോൾ, നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ വരെ മൗനം വരെ നമുക്ക് പൊതുവെ ജനങ്ങളുടെ ഒരു പുകത്തൽ, ജനങ്ങളുടെ ഇടയിലുള്ള ഒരു മെയിനാകല് സ്റ്റോപ്പാകാൻ സാധ്യതയുണ്ട് ആത്മീയതയിൽ. അവിടെയും ഒരു അഹന്തത വരാം. അതായത് ജനങ്ങൾക്കിടയിലുള്ള ഈ ഷോയിൽ നമ്മൾ അഭിരമിച്ചുകൊണ്ട് ഒരു അഹന്തത വരാൻ സാധ്യതയുണ്ട്. അതും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തത്, നമ്മളെ എതിർക്കുന്നവർക്ക് പണി കിട്ടും എന്നുള്ളതാണ്. ഒരാൾ ആത്മീയമായി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊക്കെ സഞ്ചാരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത് അനുഭവിക്കാവുന്നതാണ്. അതായത് നമ്മളെ ആരെങ്കിലും എതിർക്കുന്നവർ, നമ്മുടെ ശത്രുക്കൾ, ഇതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അസൂയുള്ളവര്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ എട്ടിന്റെ പണി തരാൻ ശ്രമിക്കുന്നവര്, ഇവർക്കൊക്കെ തിരിച്ച് നമ്മളൊന്നും ചെയ്യൂല. ചിലപ്പോൾ നമ്മൾ അത് ആഗ്രഹിച്ചിട്ടേ ഉണ്ടാവില്ല, അതിനായിട്ട് ശപിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഇല്ലാതെ തന്നെ അവർക്ക് എട്ടിന്റെ പണികൾ പല രൂപത്തിൽ കിട്ടുന്നത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോഴും നമുക്കൊരു അഹന്ത വരാൻ സാധ്യതയുണ്ട്.
നമ്മൾ എന്ത് ചെയ്യുന്നവർക്കും ഒരു പണി കിട്ടും. അങ്ങനെ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്കും നമ്മുടെ എനർജി, അതായത് നമ്മുടെ ആത്മീയ ഊർജം, ആത്മീയ എനർജി ഇതിലേക്കും വൈകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ എതിർക്കുന്നവർക്കൊക്കെ പണി കിട്ടട്ടെ, നമ്മളെ എതിർക്കുന്നവർക്ക് കെട്ടിന്റെ പണി കിട്ടട്ടെ എന്നുള്ള സംഭവത്തിലേക്ക് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ശക്തിയെയും നമ്മൾ തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയത സ്റ്റോപ്പാകും എന്നുള്ള ഒരു കാര്യം ഓർക്കുക. ഇനി ആറാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവരുടെ അത്ഭുതങ്ങൾ നമ്മൾ പറയുകയല്ല വേണ്ടത്. നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ തന്നെ അത്ഭുതമാണ്. എല്ലാ മനുഷ്യരിലും എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആത്മീയമായി സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ, ധ്യാനികളായി തുടങ്ങുമ്പോൾ നമുക്ക് പല മിറാക്കളും അനുഭവിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടിയുള്ള മിറാക്കൾ സംഭവിക്കുക എന്നല്ല, അങ്ങനെ ഉണ്ടാവില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പല ചെറിയ കാര്യങ്ങളിൽ മുതൽ വലിയ കാര്യങ്ങളിൽ വരെ നമുക്കായി ഇവിടെ കാറ്റടിക്കും, നമുക്കായി മഴ പെയ്യും, ചിലപ്പോൾ നമ്മൾ മഴ കൊള്ളില്ല. അങ്ങനെ പലർക്കും പല രൂപത്തിലായിരിക്കാം മിറാക്കളും അത്ഭുതവും അനുഭവിക്കും. അപ്പൊ അതൊന്നും ആത്മീയതയുടെ വലിയ സംഭവമൊന്നുമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് പറഞ്ഞ് ഷോ ആകലോ, ഇത് കിട്ടിയതുകൊണ്ട് ഇതാണ് വേണ്ടതെന്നോ അതിനെ നിങ്ങൾ ബിംബമാക്കരുത്. ഈ പറയുന്ന ഓരോ കാര്യത്തെയും നിങ്ങൾ ബിംബമാക്കരുത്. അതാണ് ബിംബം, അതാണ് വലിയ സംഭവം. അതൊരു ഷോ ആയി കൊണ്ടു നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ആവുന്നതാണ്. അതൊക്കെ അങ്ങനെ നടന്നോട്ടെ, അതിനൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതായെന്ന് വെച്ച് എല്ലാമായി എന്നുള്ള അഹന്തയും നിങ്ങളിലേക്ക് വരരുത്. നമ്മൾ സ്പെഷ്യലാണ് എന്നുള്ള ഒരു അഹന്തത വരരുത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇതൊക്കെ എങ്ങനെ അനുഭവിക്കുമ്പോൾ, ഇതൊക്കെ എങ്ങനെ കാണുമ്പോൾ നമ്മളൊരു സ്പെഷ്യലാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാവരും സ്പെഷ്യലാണ്. നമ്മുടെ കൈ വിരലടയാളം വരെ വ്യത്യസ്തമാണ്. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാം സമഗ്രമായിട്ട് മനസ്സിലാക്കണം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നവർ വളരെ കുറവാണ്. പലരും ഭൗതിക ഭ്രമത്തിൽ മാത്രമാണ്, കേവല ശാരീരിക ലെവലിൽ മാത്രമാണ് അതേ ഉള്ളൂ എന്നാണ് പലരും വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രകാരം ആത്മീയമായി സഞ്ചരിക്കുന്നവർ സ്പെഷ്യൽ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം അത് അഹന്തതയിലേക്ക് മാറരുത്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, ആത്മീയമായി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ മാത്രമായിരിക്കില്ല ആത്മീയമായി സഞ്ചരിക്കുന്നത്. ഇതിനൊരു നല്ല ഉദാഹരണം ബ്രിഡ എന്നുള്ള പൗലോയുടെ ഒരു കഥയുണ്ട്. അതിൽ ഗുരു ശിഷ്യയുമായിട്ട് പോകുന്നുണ്ട്. അപ്പം ഒരു കാറിന് വർക്ക് ചെയ്യുന്ന ഒരാളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗുരുവിന്റെ കീഴിലുള്ള ഒരു ശിഷ്യയാണ്. അവൾക്ക് ഒരു കാറ് നന്നാക്കുന്ന ഒരാളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാള് എന്താണ് കാറിന്റെ കേടെന്ന് ഇങ്ങനെ നോക്കുകയാണ്. നല്ലൊരു സീനാണത്. കാറിന്റെ കേട് എന്താണെന്ന് നിരീക്ഷിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, മൗനമായി ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഉത്തരം കിട്ടുകയാണ്. അപ്പൊ ആ കാറിന്റെ യന്ത്രം അദ്ദേഹത്തോട് ആന്തരികമായി ആത്മീയമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗുരുവായിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള ഗുരുവാണ്. ആ ഗുരു ഈ ശിഷ്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ വിചാരിക്കും ഈ സാധനങ്ങളൊക്കെ ചെയ്ത് ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് ആത്മീയരെന്ന്. എല്ലാവരും ആത്മീയരാണ്. ആ കാർ നന്നാക്കൽ അദ്ദേഹത്തിന്റെ ഒരു സാധനയാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഈ കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുക. നമ്മൾ മാത്രമാണ് സ്പെഷ്യൽ എന്നുള്ളത് അഹന്ത വരരുത്. അതുപോലെ തന്നെ വേറെ ഒരു വശം പറഞ്ഞാൽ ഈ ഭൂമിയിൽ എല്ലാവരും ആവശ്യമാണ്. ആത്മീയമായിട്ട് സഞ്ചരിക്കുന്നവർ മാത്രമല്ല, ആത്മീയമായിട്ട് സഞ്ചരിക്കുന്നവരും അതിന്റെ ഉന്നത ലെവലിൽ പോകുന്നവരും കുറവ് തന്നെയാണ് ഈ ഭൂമിയിൽ. അതൊരു യഥാർത്ഥമാണ്. അപ്പൊ ഈ ഭൂമിയിൽ എല്ലാ തലത്തിലുള്ളവരും ആവശ്യമാണ് എന്നുള്ളൊരു സംഭവം കരുതുക. അടുത്ത കാര്യം നയിക്കപ്പെടലാണ്. നയിക്കപ്പെടുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. നമുക്കറിയാം ആത്മീയമായി സഞ്ചരിക്കുന്നവർക്കൊക്കെ, ഇപ്പൊ ഞാൻ പലരോടും സംസാരിച്ചപ്പോഴും എല്ലാവരും പല പല തലത്തിലെത്തിയവരായിരിക്കാം. പക്ഷെ പലവർക്കും ഈ സഞ്ചാരം തുടങ്ങിയവർക്ക് തന്നെ എന്തൊക്കെ ആയാലും എല്ലാം നടക്കുന്നു എന്നല്ല, പലതിനും സ്റ്റോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ അപ്പോഴും എന്തോ ഒരു നയിക്കപ്പെടൽ ഇങ്ങനെ അനുഭവപ്പെടും. അപ്പൊ ഈ നയിക്കപ്പെടൽ എല്ലാമായി എന്ന് കരുതരുത്. ഈ നയിക്കപ്പെടലിന്റെ പൂർണ്ണതയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, നമ്മൾ നയിക്കപ്പെടൽ അറിയണം, അനുഭവിക്കണം തീർച്ചയായിട്ടും. പക്ഷെ അത് അതിന്റെ പൂർണ്ണതയിലെത്തി ഭഗവാൻ നിന്ന് കൊടുക്കുന്ന കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുവേല് പോലെ നയിക്കപ്പെടലായി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഈശ്വരൻ അള്ളാഹുവിന് നിന്ന് കൊടുക്കുന്നത് പോലെ ആയി, എന്നിട്ട് ആ അർത്ഥത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ ആഴി എന്ന് വിചാരിക്കരുത്. അങ്ങനെ അല്ല ഒരിക്കലും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും നയിക്കപ്പെടലിന്റെ ആഴത്തിലേക്ക് നമ്മൾ എത്താനുണ്ട്. അതുമല്ല, ഈ നയിക്കപ്പെടലിൽ നമ്മുടെ ക്രിയാത്മകത ഇല്ലാതാകരുത്. അങ്ങനെ പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കാറുണ്ട്. അതായത് നമ്മുടെ പ്രവർത്തന മണ്ഡലം, നമ്മൾ ആത്മീയമായിട്ടുള്ള ആ സത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനം ചെയ്യുമ്പോൾ അതൊന്നും കൂടി മനോഹരമാണ് ആകല്. നമ്മുടെ പ്രവർത്തനമായാലും നമ്മുടെ മറ്റുള്ള കലകളായാലും ചിത്രം വരയായാലും പാട്ടുപാടലായാലും മറ്റുള്ള കഴിവുകളായാലും ഇതൊക്കെ നയിക്കപ്പെടുകയാണ്. എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അങ്ങനെയും സംഭവിക്കരുത്. ഇത് എല്ലാവരും ആത്മീയരാകണം എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അവരെന്താണ് ആത്മീയരാകാത്തത്? അവർക്ക് ആത്മീയമായി സഞ്ചരിച്ചൂടെ? അവർക്കത് ചിന്തിച്ചൂടെ? അങ്ങനെയുള്ള ഒരു ചിന്തയിൽ എല്ലാം നോക്കിയിട്ട് പുകയുന്നവരാകരുത്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും ആത്യന്തിക ആത്മീയതയിലേക്കോ അല്ലെങ്കിൽ ആത്മീയതയിലേക്കോ സഞ്ചരിക്കാനുള്ള ലെവലിലുള്ളവരൊന്നുമല്ല എന്നുള്ള ഒരു യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇനി അവസാനത്തെ പോയിന്റാണ്, തീർച്ചയായിട്ടും ഇത് ആത്യന്തിക ആത്മീയതയുടെ കാലമാണ്. അപ്പോൾ നമ്മൾ പറയുന്നതും പലതും രഹസ്യങ്ങളൊക്കെ പരസ്യമാകുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിജ്ഞാനങ്ങളും അനുഭവങ്ങളും മറ്റുള്ളതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് കൈമാറുകയും ഉണർത്തുകൾ കൈമാറുകയുമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതുണ്ട്. വേറൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകുന്നതിനനുസരിച്ച് അതെന്തായാലും വിജ്ഞാനമായാലും ആത്മീയ അനുഭവങ്ങളായാലും ആത്മീയ ഉണർത്തുകളായാലും നമ്മളിലേക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇതൊക്കെ നമ്മുടെ യാത്രക്ക് മുതൽക്കൂട്ടാകാനും നമ്മുടെ ആത്മീയ യാത്രയിൽ
ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനവുമാകണം. അല്ലാതെ നമ്മൾ പറയുന്നതിലും എഴുതുന്നതിലുമൊക്കെ നമ്മളൊരു അഹന്തത കൊണ്ടുവരരുത്. അതിലുള്ള ഒരു അഹന്തത അതിൽ മാത്രമായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയുകയും നമ്മുടെ യാത്ര സ്റ്റോപ്പ് ആവുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ 10 കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളൊരു ആത്മീയ യാത്രകരാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ നിങ്ങളോട് പറയുന്നതായിട്ട് ഇത് കേൾക്കുക, നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുക. നമ്മളെല്ലാവരും നമ്മളിലേക്ക് വിരൽ ചൂണ്ടുക. ഇങ്ങനെയുള്ളൊരു അഹന്തതയും സ്റ്റോപ്പാകലും നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആത്മീയ യാത്രകരായിട്ടുള്ള അതുപോലെ ധ്യാനികളായിട്ടുള്ളവരിലേക്കുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ.